എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ പേടിഎം വാലറ്റും KYC ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേടിഎം KYC കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ട് നിങ്ങൾക്ക് പണമിടപാടുകൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾ ആദ്യമായിട്ട് പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് പേടിഎം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. പേടിഎം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള പേരിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് KYC ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായി കൊണ്ട് പേടിഎം വാലറ്റ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഇതുവരെ പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിന് ഡയറക്റ്റ് ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതായിരിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങളുടെ മൊബൈൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സിം ആയിരിക്കണം. ആ നമ്പർ നിങ്ങൾ കൊടുക്കുക. പ്രൊസീഡ് സെക്യൂർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ 2 സിം ഉണ്ടെങ്കിൽ ആ നമ്പർ ഏത് സിമ്മിലാണ് ചോദിക്കുന്നുണ്ട്. സോ ഇത് സെക്കൻഡ് സിം ആയതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ മെസ്സേജ് ഓട്ടോ വെരിഫൈ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്മ് നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഉണ്ട്, ലോഗിൻ ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ട്. സോ ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ആക്ടിവേറ്റ് UPI എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന രീതിയിലുള്ള ഓരോ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് KYC ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡു ഇറ്റ് ലാറ്റർ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ സ്കിപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പേടിഎം ആപ്ലിക്കേഷൻ മെയിൻ ഇൻ്റർഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. സോ അതിനുശേഷം ഞാനിവിടെ പ്രൊഫൈൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് സെറ്റിങ്സ് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കാണ്. സോ ആ അക്കൗണ്ട് നമുക്ക് ഇല്ലായിരിക്കും. സോ ആ അക്കൗണ്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ ഇല്ലാത്തവർക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പേടിഎം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്ത് തരുന്നത്. വീഡിയോക്ക് പെട്ടെന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ബാക്കോട്ട് വരിക. ഓക്കെ, അപ്പം ഈ മെയിൻ ഈ പേടിഎം ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് അടിച്ച് വരിക. അതിനുശേഷം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വരിക. അതിനുശേഷം ഇവിടെ നിങ്ങൾ മൈ ജിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അലോ കൊടുത്തിട്ട് മൊബൈൽ നമ്പർ ഉണ്ടതിന് ശേഷം OTP വെരിഫൈ ആക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, അതിനുശേഷം പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ഒരു ബാനർ കാണാൻ സാധിക്കും. അതിന് നിങ്ങൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുക. ഓക്കെ, റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്ത് അവസാനത്തിൽ നിങ്ങൾക്ക് ബാങ്ക് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ശേഷം പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൽക്കം ടു ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മിനിമം ബാലൻസ് റിക്വയർഡ് ആണ്. സോ നിങ്ങൾക്ക് 0 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു ഫൈനും കാര്യങ്ങളും ഫീസും കാര്യങ്ങളും ബാങ്ക് ഈടാക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫീച്ചറാണ്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ സാധിക്കും. താഴത്തായിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ പേടിഎം ക്രിയേറ്റ് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ വെരിഫൈ ആയിരിക്കും. സോ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 4 ഡിജിറ്റ് MPIN ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത MPIN ആയിരിക്കണം. 4 ഡിജിറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പോൾ ഞാനിവിടെ 4 അക്കങ്ങളിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ മറക്കാൻ കഴിയാത്ത ഒരു എംപിൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഇതാ മെയിൻ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് ബാങ്കിങ് ഭാഗത്ത് ജോയിൻ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൗ ടു ഓപ്പൺ യുവർ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എന്ന്. അവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ വായിക്കാം. ഞങ്ങളിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വായിക്കുന്നില്ല. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവിടെ നിങ്ങൾക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ അതിനുശേഷം OTP എൻ്റർ ചെയ്തതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കുക. ഐ ആക്സെപ്റ്റ് എന്ന് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗെറ്റ് മൈ ഡോക്യുമെൻറ്റ് ഫ്രം ഡിജി ലോക്കർ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വരുന്നതായിരിക്കും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് അലോ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളൊരു ഇമെയിൽ ID ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ മിസ്റ്റർ ജെൻഡർ മെയിൽ ആണെന്നെങ്കിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്, നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ സിംഗിൾ ആണോ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോസ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദർ നെയിം, അതായത് നിങ്ങളുടെ ഫാദർ മദർ നെയിം അതുപോലെ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒക്കുപേഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലി എന്താണ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കാവുന്നതാണ്. ഫാർമർ ആണെങ്കിൽ ഫാർമർ, ബിസിനസ് ആണ്, പ്രൊഫഷൻ ആണ്, നിങ്ങൾ ഏതാ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇൻകം നിങ്ങളുടെ സോഴ്സ് ആണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ബിസിനസ് സെലക്ട് ചെയ്ത് ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്. ഇൻകം എത്ര നിങ്ങൾക്ക് ഒരു വർഷത്തിൽ വരുന്ന ഇൻകം അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഓക്കെ. അപ്പോൾ ഞാനിവിടെ എല്ലാ കാര്യങ്ങളോട് കൊടുത്തു. അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു ബോക്സ് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നത്, അതിന് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആധാർ കാർഡ് ബേസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. കറണ്ട് അഡ്രസ്സ് ഉണ്ട്. സോ അത് നിങ്ങൾ പെർമനന്റ് അഡ്രസ്സാണ് കറണ്ട് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വേറെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഡിക്ലെയർ ചെയ്യാൻ നോമിനി യുവർ അക്കൗണ്ട്, നമ്മൾ നോമിനി വേണം നമ്മുടെ അക്കൗണ്ടിനാണ്. ഞാനിവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണോ, മദറാണോ, ഡോക്ടറാണോ, ഹസ്ബൻഡാണോ, ബ്രദറാണോ, ആരാണ് നിങ്ങളുടെ നോമിനി വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ. ഇനി അവിടെ അഡ്രസ്സും നിങ്ങൾ നോമിനി അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി വീഡിയോ KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമായ നല്ല ഡാറ്റ കണക്ഷൻ, നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്ന പ്ലേസിൽ നിങ്ങൾ പോയി നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ്, അതായത് ഒറിജിനൽ പാൻ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സോ ഓക്കെ. അതുപോലെ തന്നെ ഈ 4 ഓപ്ഷൻസുകൾ 4 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് കീപ്പ് ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ KYC സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഓക്കെ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ഇപ്പം തന്നെ ചെയ്തു വെക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ ഫോൺ വിത്ത് ക്യാമറ. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, പൊസിഷൻ ഓഫ് പാൻ കാർഡ്, പൊസിഷൻ ഓഫ് ആധാർ കാർഡ്. 4 ഓപ്ഷനുകളാണ്. ഈ 4ഉം നിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഓക്കെ. പ്രൊസീഡ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അവിടെ ടൈമും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് കോൾ വിത്ത് ദ ഏജന്റ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ഏകദേശം 3 to 5 മിനിറ്റ് വരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം ഒരു ഏജന്റിനെ നമുക്ക് കണക്ട് ചെയ്ത് ലഭിക്കുവാൻ വേണ്ടി. സോ ഓക്കെ. അപ്പം നമുക്കിവിടെ ഒരു ടൈമർ ഇങ്ങനെ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ടൈമർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഏജന്റ് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇവിടെ ഏജന്റ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മളോട് പാൻ കാർഡ് നമ്മളെ ഫേസ് കറക്റ്റ് കാണിക്കാൻ പറയും. സോ ആ ഫേസ് നമ്മൾ കറക്റ്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം പാൻ കാർഡ് ഷോ ചെയ്യാൻ പറയുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് അവർക്ക് ഡയറക്റ്റ് മെയിൻ, അതായത് പാൻ കാർഡിൻ്റെ മെയിൻ ഫ്രണ്ട് നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുക സ്ക്രീനിൽ. സോ ഓക്കെ. അപ്പോൾ അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ KYC കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ആ ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി ലഭിച്ചിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം അതിന് നമ്മൾക്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട്. അതിനാണ് ഈ ബാങ്ക് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക്, താഴത്തായിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. അക്കൗണ്ട് ടൈപ്പ് ഏതാണ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഓക്കെ, റിലേഷൻ ടൈപ്പ്, കാർഡ്, ATM കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, ഫോൺ നമ്പർ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രൊഫൈൽ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ പാൻ കാർഡ് 5 മിനിറ്റിനുള്ളിൽ എടുക്കാം എന്നൊരു വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. സോ ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ കാണുക, അതുപോലെ ചെയ്യുക. ഇനി നമ്മൾ Paytm ആണെങ്കിൽ Paytm ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആഡ് അനദർ ബാങ്ക്. സോ അവിടെ ഓൾറെഡി 2 ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ആഡ് അനദർ ബാങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ലിങ്ക് ആയി കിട്ടുന്നതായിരിക്കും. സോ ഇതുവരെ ഒരു ബാങ്ക് അക്കൗണ്ടും ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് Paytm ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. KYC ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമ്മുടെ ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ 1002 രൂപയാണ് ഇപ്പം എൻ്റെ അക്കൗണ്ടിലുള്ളത്. സോ ഇനി ഞാൻ ഇത് പേയ്മെൻറ്റ് ചെയ്തും കൂടി കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ അതുപോലെ തന്നെ അതിനായിട്ട് നമുക്കിവിടെ UPI ഉണ്ട്. സോ ആ UPI സെലക്ട് ചെയ്യാം. അതിനുശേഷം UPI ID ഞാൻ എൻ്റർ ചെയ്തുകൊണ്ടാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. സോ UPI എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഞാനിവിടെ പേയ്മെൻറ്റ് വ്യക്തിയുടെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ 1 രൂപ ഈ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കിൽ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തീർച്ചയായും വീഡിയോ